ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റ് എന്ന് വെച്ചാൽ ഈ ഒരു മോൾഡിഡ് ക്ലേ ഉള്ളതാണ്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ക്യാരറ്റിൻ്റെ ട്രിങ്കറ്റ് ഡിഷാണ്. സോ അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യമേ കുറച്ച് ഇതുപോലെ ലീഫിന് വേണ്ടിയിട്ട് നമുക്ക് ലീഫിൻ്റെ അളവ് എത്രയാണോ വേണ്ടത് അത്രയും മാറ്റി. ഞാൻ ഇപ്പോൾ ഒരു മോൾഡിഡ് ക്ലേ കൊണ്ടാട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇത്രയും മാറ്റി വയ്ക്കുന്നുണ്ട് ലീഫിന് മാത്രം. സോ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ക്യാരറ്റിൻ്റെ ഡിഷ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ കൈ വെച്ചൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അതിനെ കുറച്ച് അപ്പുറത്തുനിന്ന് ഇടയ്ക്ക് തന്നെ ഇതുപോലെ നീളത്തിലും കൂടി ആക്കിയെടുക്കും. എന്നിട്ട് അത്യാവശ്യം ഓവർ തിന്നാക്കാൻ പാടില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ അവിടെ ഇത്ര നീളം എടുക്കുന്നുള്ളൂ, കാരണം എൻ്റെ ഒരു മുകളിൽ. എന്നിട്ട് നിങ്ങളുടെ ഒരു നടുക്കത്ത് പോയി ഈ ഒരു വിരലും കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്യണേ. അതിൻ്റെ അടിയൊന്ന് ഇതുപോലെ ആക്കി കൊടുക്കണം. അതിന് ശേഷം വെള്ളം കൊണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്മൂത്തൻ ചെയ്യാം. അത് നമുക്കൊരു ആ പാടൊന്നും അങ്ങോട്ട് അറിയാതിരിക്കാം. നടുവിൽ അത്യാവശ്യം സ്പേസ് വീഴണം. എൻ്റെ അടുത്ത് കാർവിംഗ് ടൂൾസൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇല്ല, ഞാൻ കൈ കൊണ്ട് തന്നെ. ഇതുപോലെ ഒക്കെ മാറും. സ്മൂത്ത് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഒരു ക്യാരറ്റിന് ഷേപ്പ് എൻ്റെ തോണി പോലെയൊക്കെ ആയി. കുഴപ്പമില്ല. അത് നമുക്ക് ലീഫിൻ്റെ പരിപാടിക്ക് എടുക്കാൻ മാറ്റി. ലീഫ് നമുക്ക് നീളത്തിലുള്ള ടൈപ്പ് ചെയ്യാം. ഫസ്റ്റ് ഒരു കുഞ്ഞ് പീസ് ക്ലീൻ എടുത്തിട്ട് ഇവിടെ റോൾ ചെയ്തതിന് ശേഷം അങ്ങനെ നീട്ടും. അങ്ങനെ ആക്കിയിട്ട് ലീഫായിട്ടോ നമുക്കൊരു 3 എണ്ണം ചെയ്തെടുക്കാം. ഒരെണ്ണം മാത്രം ഇത്തിരി വലുപ്പത്തിൻ്റെ നടുവിൽ വയ്ക്കാൻ. ഞാൻ 3 എണ്ണം ചെയ്തെടുക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ക്യാരറ്റിൻ്റെ എടുത്തതിന് ശേഷം അതിലത്തെ ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ എയർ ഡ്രൈ ക്ലീൻ്റെ കൂടെ കിട്ടുന്ന കേട്ടോ. ഇതുപോലെ കുറച്ച് പാറിട്ട് കൊടുക്കാൻ, നമ്മൾ നന്നായി സ്റ്റിക്കായിരിക്കാനാണ്. എന്നിട്ട് നമ്മുടെ ക്യാരറ്റിൻ്റെ അവിടെയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊരു സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ സെൻഡാക്കിയാണ് ആദ്യമേ ഒട്ടിച്ചത്. എന്നിട്ട് ആ ഒരു ടൂൾ കൊണ്ട് അതിലേക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ വേണം സ്മൂത്തും ചെയ്യാം. എന്നിട്ട് അടുത്തയിലും അതുപോലെ തന്നെ ചെയ്യുക. ഇത് കണ്ടൻ്റ് ഇല്ലാത്ത ഇതുപോലെ അത്യാവശ്യം മടക്ക് വരുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് വേണ്ടത്ര വലുപ്പത്തിലും വേണ്ട ഉള്ളിലുള്ള ഒരു ഇതിലൊക്കെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. എൻ്റെ അടുത്ത് ഇത്രയും ക്ലേ അവൈലബിൾ ഉള്ളൂ, സോ അതുകൊണ്ടാണ്. എൻ്റെ ഒരെണ്ണം ഒന്ന് കൊടുത്തിട്ട് കൂടിയിടാം.
സമയം 5 മിനിറ്റാണ്. പറ്റില്ല ഇത്ര സമയം കിട്ടുന്നത്. അപ്പോൾ ഇത്തിരി നമ്മുടെ ക്യാരറ്റ് റിങ്കറ്റ് ഡിഷോടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കൊക്കെ ഒന്ന് ചെയ്യണേ ഗൈസ്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ഇത്രയും നാളൊട്ടും ഫുട്ബോളേഴ്സിൻ്റെ വീഡിയോ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഇന്നത്തെ ക്രാഫ്റ്റ് ഞാൻ നന്നായി ഞാൻ ഒന്നി പറയുന്നില്ല ക്രാഫ്റ്റ് ചെയ്യാത്ത, പക്ഷെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെയൊക്കെ ഇട്ടാണെന്ന് വിചാരിച്ചത്. ഒന്ന് ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യുന്നത് ഫസ്റ്റായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ 6th പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു, ബൈ. ഇതിൻ്റെ നെക്സ്റ്റ് പെയിൻറ്റിങ് പാർട്ടുമായിട്ട് നമുക്ക് വരാം കേട്ടോ.